ഒരന്തം കമ്മിയുടെ ധീരരോദനം നമുക്കൊന്ന് കണ്ടു നോക്കാം. അടിമകളാവരുത്. ഞാൻ ആവാതിരിക്കുക, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങൾ അടിമകളാവാതിരിക്കാൻ നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ 10 കൊല്ലം മൂപ്പർ ചെയ്ത പ്രവർത്തി കണ്ടാൽ തന്നെ അയാളെ ഫാൻ ആവാൻ വേറെ ഒരു കാര്യവും വേണ്ട. ഓക്കെ, ഐ എം എ ഹ്യൂജ് 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 ഫാൻ ഓഫ് പിണറായി വിജയൻ. അത് ഞാൻ ഭയങ്കര പ്രൗഡ്ലി പറയും. പിന്നെ ഒരു കാര്യം, ഒരു നന്ദി ഇല്ലാത്ത കുറെ എണ്ണം ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്ത് എന്താ ചെയ്യാത്തത്? എന്താ ചെയ്യാത്തത്? ഗതാഗതം, വിദ്യാഭ്യാസം, ഹോസ്പിറ്റൽ കേസ്, എല്ലാ കാര്യത്തിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പോട്ടെ, ഇതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ നാച്ചുറൽ കലാമിറ്റീസ് വന്ന സമയത്തായിക്കോട്ടെ, ഇതൊക്കെ പിന്നെയും എനിക്ക് പറയണമെന്നൊന്നും ഇല്ല. നിങ്ങളൊക്കെ നന്ദി ഇല്ലാതെ കുറെ എണ്ണം എന്താ ചെയ്ത് ചോദിക്കും. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ അതൊന്നും നുള്ളിപ്പെറുക്കി എനിക്ക്. നീ ഇദ്ദേഹത്തിന്റെ വലിയ ഫാനാന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നിന്റെ നിലവാരം എന്ത് മാത്രം ഉണ്ടെന്ന്. അല്ല, അത് നമുക്ക് മുന്നേ ബിഗ് ബോസിലൂടെ നമുക്ക് മനസ്സിലായതാണ് നീ എന്താണെന്നും നിന്റെ നിലവാരം എന്താണെന്നും നിന്റെ കാഴ്ചപ്പാടും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. എന്താ നീ ചോദിച്ചത്? എന്ത് ചെയ്തെന്ന്. എടി, എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹം ഒരു സംശയവുമില്ലാതെ ഇന്നും ഈ മന്ത്രിസഭയിൽ ഉണ്ടായേനെ. അതുകൊണ്ട് തന്നെയാണ് പിണറായിനെ സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും പിണറായി വിരുദ്ധ സർക്കാർ ആയതുകൊണ്ടാണ് UDF ജയിച്ചത് എന്ന് പറയുന്നത്. പിന്നെ നീ പറയുന്നുണ്ടല്ലോ അദ്ദേഹം എല്ലാം ചെയ്തു എന്ന്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം പറ, അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് നീ നിരത്തി അങ്ങ് പറ. അങ്ങനെ പറയാൻ നേരത്ത് ഞങ്ങൾ വന്ന് പറയും അദ്ദേഹം എന്തൊക്കെ ചെയ്തില്ല എന്ന കാര്യം.